നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചിമ്മിനി ഡാമിൽ നിന്നുള്ള ജലവിതരണം താൽക്കാലികമായി നിർത്തിവച്ചു. നടപടി തീരദേശ മേഖലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ. ഓട്ടുകമ്പനി തൊഴിലാളികളുടെ ബോണസ് ചർച്ചയിൽ തീരുമാനമായില്ല. വീണ്ടും യോഗം വ്യാഴാഴ്ച. വരന്തരപ്പള്ളിയിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ. പുതുക്കാട് മുപ്ലിയം കോടാലി റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് MLA. ജനകീയ കമ്മിറ്റിയുടെ സംയുക്ത യോഗം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ മേഖലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചിമ്മിനി ഡാമിൽ നിന്നുള്ള ജലവിതരണം താൽക്കാലികമായി നിർത്തിവച്ചു. ദുരന്ത നിവാരണ സെല്ലിന്റെ നിർദ്ദേശപ്രകാരം ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതലാണ് ജലവിതരണം നിർത്തിയത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാമിൽ നിന്നും ബുധനാഴ്ച രാവിലെ 8 മുതലാണ് വൈദ്യുതോൽപാദനത്തിനുള്ള KCB വാൽവിലൂടെ കുറുമാലി പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടത്. സെക്കൻഡിൽ 6.36 ഘനമീറ്റർ വെള്ളമാണ് വാൽവിലൂടെ ഒഴുക്കിയിരുന്നത്. സാഹചര്യം മാറുന്നതനുസരിച്ച് പവർ ജനറേഷനായി ഡാമിൽ നിന്ന് വീണ്ടും ജലം തുറന്നുവിടുന്നത് പുനരാരംഭിക്കുമെന്ന് ചിമ്മിനി ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ജില്ലയിലെ ഓട് കളിമൺ തൊഴിലാളികളുടെ ബോണസ് ചർച്ച 3ാം വട്ടവും തീരുമാനമാകാതെ പിരിഞ്ഞു. ജില്ലാ ലേബർ ഓഫീസർ MM ജോബിൻ വിളിച്ചു ചേർത്ത ചർച്ചയാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. കഴിഞ്ഞ തവണ നൽകിയ ബോണസ് ശതമാനം ഇക്കുറിയും വേണമെന്ന് തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ അത് നൽകാൻ കഴിയില്ലെന്ന് ഏതാനും ചില ഓട്ട് കമ്പനി ഉടമകൾ നിലപാടെടുത്തതാണ് ചർച്ച അലസിപ്പിരിയാൻ കാരണം. വരുന്ന 20-ന് 3 മണിക്ക് ജില്ലാ ലേബർ ഓഫീസർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. യോഗത്തിൽ ഉടമകളെ പ്രതിനിധീകരിച്ച് ജോസ് J. മഞ്ഞളി, MK സന്തോഷ്, രാമദാസ്, രവീന്ദ്രൻ, ബാബു തുടങ്ങിയവരും, യൂണിയനുകളെ പ്രതിനിധീകരിച്ച് AV ചന്ദ്രൻ, NN ദിവാകരൻ, CITU, ആന്റണി കുറ്റക്കാരൻ, INTUC, PG മോഹനൻ, AITUC, P. ഗോപിനാഥൻ, BMS എന്നിവരും പങ്കെടുത്തു. വരന്തരപ്പള്ളിയിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. പ്രദേശത്ത് തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ. വരന്തരപ്പള്ളി അങ്ങാടിൽ വെച്ച് പട്ടി കടിച്ചത്. പക്ഷേ കണ്ടമാനം ചോര പോയി, ആൾക്കാരൊക്കെ പേടിച്ചു. ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിങ്ങനെ കെട്ടി. പിന്നെ ഞാൻ അവിടെ അങ്ങനെ തന്നെ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ 1 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. അപ്പം ഞാൻ അവിടെ കെടുക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടുകളിൽ കുട്ടികൾ ആ കുട്ടികളിലൊക്കെ കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിട്ടാ വേദന, ഗംഭീര വേദനയാണ് ഈ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ. അത് ഈ മുറിയുടെ ചുറ്റുമാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇവിടെയൊക്കെ നിറച്ച് പട്ടികളാണ്. എൻ്റെ വീടിൻ്റെ അരിത്ത് തന്നെ പട്ടികളുണ്ട്. അവിടെ കൊച്ചങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണി 4 മണി 5 മണി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ റോട്ടിൽ ഇറങ്ങി കളിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ പട്ടികൾ പോണത്. അപ്പം അതിനൊരു പരിഹാരം ഉണ്ടാവണം. അത് തന്നെയല്ല, കച്ചേരി കടവ് പാലത്തിൻ്റെ അടുത്ത് പട്ടി കൂട്ടാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഇനി ഇത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. വരന്തരപ്പള്ളിയിൽ തെരുവുനായയുടെ കടിയേറ്റ് സാരമായി പരിക്കേറ്റ പനയമ്പാടൻ സുബ്രൻ ചേട്ടൻ്റെ വാക്കുകളിൽ താൻ അനുഭവിച്ച വേദനയും ഒപ്പം പ്രതിഷേധവുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി വരന്തരപ്പള്ളിയിലെ പഴയ വില്ലേജ് ഓഫീസിന് സമീപം നിരവധി പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതിൽ ഓട്ടോ ഡ്രൈവർ പാലക്കട ബാലൻ, പനയമ്പാടൻ സുബ്രൻ, കറമ്പൻ ഷാജു എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. മാവേലി സ്റ്റോർ, വനിതാ ജിംനേഷ്യം, പബ്ലിക് ലൈബ്രറി, ബാങ്ക്, അക്ഷയ കേന്ദ്രം തുടങ്ങി ദിനം പ്രതി 100 കണക്കിന് ആളുകൾ എത്തുന്ന പ്രദേശത്താണ് തെരുവുനായ ഭീതി പരത്തിയത്. ഇതേ തെരുവുനായ 20ഓളം പേരെ ആക്രമിച്ചതായി നാട്ടുകാർ പറയുന്നു. മുണ്ട് ധരിച്ചെത്തുന്ന പുരുഷന്മാരെ മാത്രമാണ് ഈ തെരുവുനായ ആക്രമിച്ചിരുന്നതെന്നും നേരത്തെ ഈ പെൺപട്ടി പ്രസവിച്ച കുഞ്ഞുങ്ങളെ ആരോ എടുത്തുകൊണ്ടുപോയതാണ് ഇത്തരം പ്രകോപനത്തിന് കാരണമെന്നും പരിസരവാസികൾ പറയുന്നുണ്ട്. ട്രസ് നിർമ്മാണ തൊഴിലാളിയായ ഷാജു ജോലിക്കെത്തിയ സമയത്താണ് നായ ആക്രമിച്ചത്. സാരമായി പരിക്കേറ്റ ഷാജുവിന് ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. വേദന നിറഞ്ഞ കുത്തിവെപ്പുകളും ചികിത്സയും
ജീവിതം പ്രതിസന്ധിയിലാക്കിയെന്ന് ഷാജു പറയുന്നു. ഞാനവിടെ അതിൽ കയറി മുകളിലേക്ക് വനിതാ ജിമ്മിലേക്ക് പോകുമ്പോഴാണ് പട്ടി പിന്നിൽ വന്നിട്ട് ഒരു ശബ്ദമില്ലാണ്ട് വന്നിട്ടാണ് കാലിൽ കടിച്ചത്. നല്ല മുറിയായിട്ടുണ്ട്. അത് ഇഞ്ചക്ഷൻ ചെയ്തു. ഇപ്പോൾ സർജനെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. സർജൻ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് കഴിയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്നിപ്പോൾ ലാസ്റ്റ് ഡോസ് അടിച്ചു 19-ാം തീയതി. ഇന്ന് 19-ാം തീയതി അടിച്ചു. ഇനി 9-ാം തീയതി ഒരു ഡോസും കൂടി ഉണ്ട്. മുറി ഇത്തിരി ഗൗരവമായിട്ടുള്ള മുറിയാണ്. ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കണം. പഞ്ചായത്തിലൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തു. പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ ഒരു നിസ്സായാവസ്ഥയെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു നിസ്സായാവസ്ഥയിലും കാണാം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ ഡെയിലി ബേസിന് പണിക്ക് പോകുന്ന ആളാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപകടകാരിയായ തെരുവ് നായയെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടിയിട്ടുണ്ട്. ഏതാനും ദിവസം നായയെ നിരീക്ഷിക്കുമെന്നും ഏതെങ്കിലും വ്യക്തികൾ നിയമാനുസൃതമായി നായയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നാൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ പറഞ്ഞു. നിലവിൽ തെരുവ് നായയുടെ കടിയേറ്റവർക്ക് പ്രാഥമിക സഹായങ്ങൾ ചെയ്തതായും നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് സന്നദ്ധമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. അപ്പം നമ്മുടെ പഞ്ചായത്തിൽ ഒരു പട്ടി അപകടകരമായ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 4 പേരോളം കടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട ഫണ്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ടീനെ ഞങ്ങൾ പഞ്ചായത്ത് സുരക്ഷിതമായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് സംരക്ഷിച്ചുകൊണ്ട് വരികയാണ്. ഇനിയൊരു ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മളതിനെ കെട്ടിയിട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇതുപോലെ പലയിടത്തും ഈ പട്ടിശല്യം കാര്യമായിട്ട് തന്നെ വന്ന് പറയുന്നുണ്ട്. പഞ്ചായത്തിൽ ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി നിവേദനം ഒക്കെ സമർപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മറ്റേ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ആയിട്ടൊരു പദ്ധതിയുണ്ട്. അത് ചെയ്യാനായിട്ട് നമ്മൾ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയായെന്ന് മുറയ്ക്ക് ഞങ്ങളത് നടപ്പിലാക്കും. തദ്ദേശ സ്ഥാപനങ്ങളാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത്. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റവർ ലീഗൽ സർവീസസ് അതോറിറ്റി വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ലീഗൽ സർവീസസ് അതോറിറ്റി ജഡ്ജി, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് പരാതി പരിശോധിക്കുക. ചികിത്സാ രേഖകളും തെളിവുകളും പരിശോധിച്ച ശേഷമാണ് നഷ്ടപരിഹാരം അനുവദിച്ച് ഉത്തരവിടുന്നത്. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റാൽ നഷ്ടപരിഹാരം നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും പരാതി ലഭിച്ചില്ലെന്ന കാരണത്താൽ പഞ്ചായത്തിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ നഷ്ടപരിഹാരം നേടിയെടുക്കുക എന്നതിനേക്കാൾ നായയുടെ കടിയേറ്റാൽ ഉണ്ടാകുന്ന വേദന നിറഞ്ഞ കുത്തിവെപ്പുകളും തുടർ ചികിത്സയുമാണ് കടിയേൽക്കുന്നവരെ ഏറെ ദുരിതത്തിലാക്കുന്നത്. വരന്തരപ്പള്ളി പഞ്ചായത്തിൻ്റെ പല ഭാഗത്തും തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാവേലി സ്റ്റോറും ഒപ്പം വനിതാ ഫിറ്റ്നസ് സെൻ്ററും പബ്ലിക് ലൈബ്രറിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ പരിസരത്ത് ഒരു തെരുവുനായയുടെ കടിയേറ്റ് നിരവധി പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റ ഒരു സാഹചര്യമുണ്ടായത്. ഏതായാലും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ അപകടകാരിയായ നായയെ പിടികൂടി ഇപ്പോൾ പഞ്ചായത്തിൻ്റെ സംരക്ഷണത്തിലാണ് നായ ഉള്ളത്. ഏതായാലും കൃത്യമായ നടപടികളിലൂടെ തെരുവുനായ ശല്യം പരിഹരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മോട് പറയുന്നത്. ഏതായാലും കടിയേറ്റവരുടെ അവസ്ഥ ദയനീയമാണ്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവർക്കുള്ള പ്രാഥമിക സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തരമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് മുപ്പിളിയം കോടാലി റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. കിഫ്ബി ഫണ്ട് 72.9 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതുക്കാട് മുപ്പിളിയം കോടാലി റോഡ് ജനകീയ കമ്മിറ്റിയുടെ സംയുക്ത യോഗം പുതുക്കാട് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്നു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, കൺവീനർ സിൻഡോ, ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, ബ്ലോക്ക് അംഗങ്ങളായ PC സുബ്രൻ, ഷാജു കാളിയങ്കര, സവിത ജിനൻ, ജനപ്രതിനിധികളായ KJ ജോജു, CC ബിജു, രാജു തളിയപ്പറമ്പിൽ, ജോയ് മഞ്ഞളി ഉൾപ്പെടെയുള്ള ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, KRFB എഞ്ചിനീയർമാർ, കരാർ
കമ്പനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. 18.2 കിലോമീറ്റർ ദൂരം ആധുനിക FDR നിലവാരത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നതിനാവശ്യമായ ഭൂമി ലഭ്യമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ കാലതാമസം കൂടാതെ പൂർത്തീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ജനങ്ങളുടെ സഹകരണത്തോടെ റോഡ് ഉൾപ്പെടുന്ന പുതുക്കാട്, വരന്തരപ്പിള്ളി, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥലമുടമകൾ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തി ജനകീയ സമിതിയുടെ വിപുലമായ യോഗം ചേരുന്നതിനും തീരുമാനമായി. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് മറ്റത്തൂർ പഞ്ചായത്തിലെ ജനകീയ സമിതി യോഗം വാർഡ് 5 കുട്ടിയമ്പലം ഹാളിൽ വെച്ച് ചേരും. പുതുക്കാട് പഞ്ചായത്ത് ജനകീയ സമിതി യോഗം ഓഗസ്റ്റ് 31 ശനിയാഴ്ച 2 മണിക്ക് പുതുക്കാട് സർവീസ് ബാങ്ക് ചെങ്ങാലൂർ ബ്രാഞ്ച് ഹാളിൽ വെച്ചും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയ സമിതി യോഗം 31 വൈകിട്ട് 4 മണിക്ക് നന്ദിപുലം ബാങ്ക് ഹാളിൽ വെച്ച് ചേരുന്നതിനും തീരുമാനിച്ചു. കോടതിയിലൊക്കെ പോയിട്ടാണ് അവരത് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ ഇലക്ഷൻ മുമ്പ് തന്നെ അതായത് നിർമ്മാണ ഉദ്ഘാടനം നടത്തിവിടാൻ സർക്കാർ അറിയിക്കുകയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ ടെൻഡറായി കഴിഞ്ഞു. ഇനി അതൊരു ഇതൊരു നല്ല അസൈൻ വാങ്ങിയിട്ട് സർക്കാരിലേക്ക് അത് അഗ്രിമെന്റ് ചെയ്യാനുള്ള അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല, കുറേയേറെ നടപടിക്രമങ്ങളുണ്ട്. കുറേയേറെ പുതുക്കാട് അത് വരന്തരപ്പള്ളി പുതുക്കാട് വരന്തരപ്പള്ളി മറ്റത്തൂർ 3 പഞ്ചായത്തുകളിലേക്ക് 18.2 കിലോമീറ്റർ റോഡ് കടന്നു പോകുന്നു. ഈ റോഡ് നമ്മൾ 72 കോടി രൂപക്കാണ് ശരിക്കും. മരത്താക്കരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. കല്ലൂർ ആലങ്ങാട് സ്വദേശി അറക്കൽ വീട്ടിൽ വിജയൻ 59 വയസ്സാണ് പരിക്കേറ്റത്. കൊതിയുണർത്തുന്ന മണവും നിറവുമായി ഓണത്തെ വരവേൽക്കുകയാണ് ഉപ്പേരി വിപണി. ഓണം അടുത്തതോടെ കായവറുക്കലിനും വേഗതയേറി. കായവറവില്ലാത്ത ഓണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. കായവറുക്കൽ കേന്ദ്രങ്ങൾ, ബേക്കറികൾ, എണ്ണപ്പലഹാരങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം കായവറവ് റെഡിയാണ്. ആവശ്യക്കാർക്ക് തത്സമയം വറുത്തു നൽകുന്നുമുണ്ട്. വെളിച്ചെണ്ണയിൽ വറക്കുന്ന കായവറവിന് ഇക്കുറി 560 രൂപയാണ് വില. കൂടുതൽ രുചിയുള്ള കായവറവ് ഓണത്തിന് വിളമ്പണമെന്ന നിർബന്ധമുള്ള കച്ചവടക്കാർ നാടൻ കായ ഉപയോഗിച്ചാണ് വറവുണ്ടാക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന നാടൻ കായ വറവിന് ആവശ്യക്കാർ ഏറെയുണ്ടെന്ന് ഈ മേഖലയിലെ വിദഗ്ധനായ പുതുക്കാട് ചിപ്സ് കോർണറിലെ സജീവ് പറഞ്ഞു. ഉഷാറായിട്ട് വരുന്നത് ചെറിയ തോതിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നാടൻകാലി തന്നെയാണ് ഇവിടെ വളർന്നു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇത് 1 ടൈം യൂസിങ് എല്ലാ കൊല്ലം അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള കായകൾ വരവില്ല. നാടൻ കായ മാത്രമാണ് ഭയങ്കര വിലയുടെ കായ്ക്ക്. ചിപ്സിന് ഞങ്ങൾ ആ റേറ്റ് തന്നെയാണ് വിൽക്കുന്നത്. എന്തിനാ ശർക്കരപ്പേരിയും ചിപ്സും 560 രൂപയാണ് തരുന്നത്. ആ റേറ്റിൽ തന്നെയാണ് വിൽക്കുന്നത്. വില കൂടുന്നതനുസരിച്ച് കൂട്ടാനുള്ള പരിപാടി പ്രശ്നമില്ല. ഇനിയിപ്പോ ഓണത്തിന്റെ ഇനി 2 ദിവസം കഴിഞ്ഞാൽ കച്ചവടം ഉഷാറാവുന്ന ഉഷാറാവും. അറക്കപ്പൊടി പല്ലറ്റ് രൂപത്തിലാക്കി ഉപയോഗിക്കുന്ന ആധുനിക സംവിധാനത്തിലുള്ള അടുപ്പിലാണ് ഇവർ കായവറവും ശർക്കര വരട്ടിയുമെല്ലാം തയ്യാറാക്കുന്നത്. ഓണസദ്യയിൽ മാത്രമല്ല, തിരുവോണം വരെ ബന്ധുവീടുകൾ, സുഹൃത്തുക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലേക്ക് വിരുന്നു പോകുമ്പോൾ കൊണ്ടുപോകുന്ന പ്രധാന വിഭവങ്ങളിൽ കായവറുത്തതിനും ശർക്കര ഉപ്പേരിക്കും പ്രഥമ സ്ഥാനമുണ്ട്. സമ്മാന കിറ്റുകളിലെ പ്രധാന ഇനം ഇക്കുറിയും കായവറവ് തന്നെയാണ്. തിളങ്ങുന്ന മഞ്ഞ നിറത്തിൽ കായവറുത്തതും തവിട്ട് നിറത്തിൽ ഇളം മധുരവും ചുക്കിൻ്റെ നേരിയ എരിവും ശർക്കരപ്പാനിയുടെ മണവുമുള്ള ശർക്കര വരട്ടിയും. കാലങ്ങളായി ഓണസദ്യയ്ക്കും ഓണത്തിന് ബന്ധുവീടുകൾ സന്ദർശിക്കുമ്പോഴും കരുതേണ്ട 2 പ്രധാന വിഭവങ്ങൾ. 16 കൂട്ടം കറികൾക്കും 2 തരം പായസത്തിനുമൊപ്പം നാക്കിലത്തുമ്പത്ത് സ്ഥാനം പിടിക്കുന്ന ബിരുദന്മാർ. ഓണമെത്തുമ്പോൾ നഗരത്തിൻ്റെ പല ഭാഗത്തും കായ വറുത്ത് കോരുന്നത് ഓണക്കാഴ്ചകൾക്ക് ഭംഗിയേറ്റുന്നുണ്ട്. ഓണക്കാലത്ത് ഏറ്റവും സജീവമാകുന്ന ഒരു വിപണിയാണ് കായവറവിൻ്റെയും ശർക്കര വരട്ടിയുടെയും. ഓണസദ്യയിൽ 16 കൂട്ടം കറികൾക്കും 2 തരം പായസത്തിനുമൊക്കെ ഒരു വശത്ത് ഇടം പിടിക്കുന്ന 2 കൂട്ടുകാർ. ഒപ്പം തന്നെ ഓണക്കാലത്ത് ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൈകളിൽ മറക്കാതെ കരുതുന്ന 2 കൂട്ടം. അതാണ് കായവറവും ശർക്കര ഉപ്പേരിയും മലയാളിക്ക് ഓണക്കാലത്ത്. ഏതായാലും ഓണ ദിവസങ്ങൾ അടുക്കുന്നോറെ വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കായവരവ് വിപണിയെ ബാധിച്ചിട്ടില്ല. നാട്ടിലെ കായകൾ തന്നെയാണ്. നാടൻ കായയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന തിളങ്ങുന്ന മഞ്ഞ നിറത്തിലുള്ള കായവറവ്
അത് നമ്മുടെ നാവിൽ രുചിയുടെ മേളം തീർക്കുക തന്നെയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് ADS കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CC ബിജു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വൃന്ദ ഭാസ്കരൻ, ADS അംഗം ശ്രീന ദിവാകരൻ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ADS അംഗങ്ങളായ ശ്രുതി അഭിലാഷ്, സജന ദിലീപ്, നീതു അപ്പാടൻ, ബീന പാലക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ 20 സെന്റ് സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത്. ആമ്പല്ലൂർ NSS കരയോഗത്തിന്റെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം കരയോഗം പ്രസിഡന്റ് C മുരളി നിർവഹിച്ചു. കരയോഗാംഗങ്ങൾ സന്നിഹിതരായി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് സൗഹൃദം തണൽ കമ്മിറ്റിയുടെ ഓണാഘോഷവും കലാമേളയും നടത്തി. പുതുക്കാട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സഞ്ജയ് ഉദ്ഘാടനം ചെയ്തു. തണൽ കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് പുളിക്കൽ അധ്യക്ഷനായി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2026 മികച്ച യുവ കർഷക സംരംഭകയ്ക്കുള്ള അവാർഡ് നേടിയ സൂര്യസനലിനെയും വായനാദിന പക്ഷാചരണത്തിൽ മികച്ച വായനാനുഭവം എഴുതി പഞ്ചായത്തിന്റെ അവാർഡ് ലഭിച്ച തണൽ പ്രസിഡന്റ് ജോസഫ് പുളിക്കലിനെയും ആദരിച്ചു. പഞ്ചായത്ത് അംഗം ജോളി ചുക്കിരി മുഖ്യപ്രഭാഷണം നടത്തി. മുൻ മെമ്പറും വ്യാപാരി വ്യവസായി സഹകരണ സംഘം പ്രസിഡന്റുമായ സെബി കൊടിയൻ, PP ചന്ദ്രൻ, ഡേവിസ് അക്കര, വിൻസെന്റ് പുളിക്കൽ, റപ്പായ് തൃക്കൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാമേളയും നടത്തി. പുതുക്കാട് ചാക്കോച്ചിറ തണൽ തൊഴിലുറപ്പ് ഹരിതകർമ്മസേന ഓണാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജോഷി ജോയ് അധ്യക്ഷത വഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, പഞ്ചായത്ത് അംഗങ്ങളായ രാജു തളിയപ്പറമ്പിൽ, ലിനി ബിജു, മനീഷ PS, CDS അംഗം ത്രേസ്യാമ ആന്റണി, തണൽ സെക്രട്ടറി ജോയ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ എല്ലാവർക്കും ഓണസമ്മാനം പദ്ധതി 3ാമത് എഡിഷന്റെ വിതരണോദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ഫൗസിയ ഷാജഹാൻ, ബൈജു പള്ളിപ്പാടൻ, VM ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. പദ്ധതി പ്രകാരം യൂണിറ്റ് അംഗങ്ങളിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 1000 രൂപയും വ്യാപാര രംഗത്ത് 10 വർഷം പൂർത്തിയായവർക്ക് 500 രൂപയും മറ്റുള്ളവർക്ക് 250 രൂപ വീതവും ഓണസമ്മാനമായി നൽകി. CITU അളഗപ്പനഗർ പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. AS ജിനി അധ്യക്ഷയായി. PK വിനോദൻ, PV ഗോപിനാഥൻ, MK ബൈജു, O സുന്ദർ രാജൻ, PN വിനീഷ് എന്നിവർ സംസാരിച്ചു. കൺവീനറായി PK വിനോദനെയും ജോയിന്റ് കൺവീനറായി KN ബിജുവിനെയും തിരഞ്ഞെടുത്തു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് സെന്റർ ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ലിറ്റി മെജോ, TT ബെന്നി, K രാജേശ്വരി, പ്രിൻസൻ തയ്യാലക്കൽ, സോജിയ പിൻഡോ, രാകേഷ്, വിജീഷ് കുമാർ, KK ഹരിദാസ്, ജിൻസി, സജന ഷിബു, സാഹിത്യ മുരളി, ഉഷാദേവി, സെക്രട്ടറി PB സുഭാഷ്, ഗോഖലെ, ബ്ലോക്ക് PRO ഷാരിൻ, കൃഷി ഓഫീസർ രവീന്ദ്രൻ, മെഡിക്കൽ ഓഫീസർ അഡ്വക്കേറ്റ് നവ്യ അബൂക്കൻ എന്നിവർ പ്രസംഗിച്ചു. ചിയ്യാരത്ത് രാസലഹരിയുമായി 2 യുവാക്കൾ പിടിയിൽ. ചിയ്യാരത്ത് രാസലഹരിയുമായി 2 യുവാക്കൾ പിടിയിൽ. ഇവരിൽ നിന്ന് 5 ഗ്രാം MDMA കണ്ടെടുത്തു. ചിയ്യാരം സ്വദേശി അഭിജിത്ത്, വിയ്യൂർ സ്വദേശി റോജർ V ദേവസി എന്നിവരാണ് പിടിയിലായത്. ബൈക്കിലെത്തി MDMA കൈമാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്. കാറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇടപെട്ടയാളെ മർദ്ദിച്ച കേസിൽ 2 പ്രതികളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കാറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇടപെട്ടയാളെ മർദ്ദിച്ച കേസിൽ 2 പ്രതികളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം മുറ്റിച്ചൂർ തട്ടുപറമ്പിൽ വീട്ടിൽ ചിന്മയ്, തളിക്കുളം 10-ാം കല്ല് വലിയകത്ത് വീട്ടിൽ സഞ്ജു എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുറ്റിച്ചൂർ സ്വദേശി വന്നേരി വീട്ടിൽ സതീഷിനെയാണ് പ്രതികൾ കൈക്കൊണ്ടും ഇടിവള കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി മുറ്റിച്ചൂർ വാട്ടർ കിയോസ്കിന് സമീപമായിരുന്നു സംഭവം. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിന് ഒരു ബൈക്കുകാരൻ സൈഡ് നൽകാത്തതിനെ തുടർന്ന് തർക്കവും ഉന്തും തള്ളും ഉണ്ടായിരുന്നു. ഇത് കണ്ട് തടയാൻ ചെന്നപ്പോഴാണ് സതീഷിന് നേരെ ആക്രമണമുണ്ടായത്. പിടിയിലായ ചെന്മയ് വടക്കീക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലെ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SIമാരായ എബിൻ, അമൽരാജ്, CPOമാരായ അമൽരാജ്,
മാഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വിശുദ്ധ ഏവുപ്രാസ്യാമ്മയുടെ 20ാമത് തിരുനാൾ ഒല്ലൂർ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ ഓഗസ്റ്റ് 20 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. ഓഗസ്റ്റ് 20 വൈകിട്ട് 5 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിക്കും. ഓഗസ്റ്റ് 29 തിരുനാൾ. അന്നു രാവിലെ 7 പാട്ടുകുർബാനയ്ക്കും തുടർന്നുള്ള ഊട്ടുനേർച്ച ആശീർവാദത്തിനും ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ കാർമ്മികത്വം വഹിക്കും. രാവിലെ 10 നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ബിഷപ്പ് എമിനിറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ മാർട്ടിൻ കല്ലുങ്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. വൈകിട്ട് 5 നടക്കുന്ന പാട്ടുകുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പുതുക്കാട് വളഞ്ഞുപാടത്തു നിന്നും കെയിലൈറ്റ് R269 സ്പ്ലെൻഡർ ബൈക്ക് നഷ്ടമായി. ഈ വാഹനം കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. നമ്പർ 8907364241. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഓവർസിയർ ഗ്രേഡ് 3 തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 31 രാവിലെ 11 നടത്തുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 048027512262. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,205 രൂപ, പവന് 1,13,640 രൂപ. പറപ്പൂക്കര മുത്തറത്തിക്കര കല്ലിക്കടവിൽ കരുണാകരൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാർത്യായനിയാണ് ഭാര്യ. ബിബിൻ മകനും ജിസ്ന മരുമകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിമ്മിനി ഡാമിൽ നിന്നുള്ള ജലവിതരണം താൽക്കാലികമായി നിർത്തിവച്ചു. നടപടി തീരദേശ മേഖലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ. ഓട്ടു കമ്പനി തൊഴിലാളികളുടെ ബോണസ് ചർച്ചയിൽ തീരുമാനമായില്ല. വീണ്ടും യോഗം വ്യാഴാഴ്ച. വരന്തരപ്പള്ളിയിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ. പുതുക്കാട് മുപ്ലിയം കോടാലി റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് MLA. ജനകീയ കമ്മിറ്റിയുടെ സംയുക്ത യോഗം നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.